ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം നല്ല വിശപ്പുണ്ട്, വെയിലൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറ്റ്യാടിക്കുള്ള റോഡാണ്, നമ്മൾ കോഴിക്കോട് കുറ്റ്യാടി റോഡില്ല, ആ റോഡിന് അങ്ങനെ പോകുമ്പോൾ നമ്മൾ അത്തോളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി തട്ടുകട കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയാണ് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് നല്ല ഫുഡ് കഴിച്ച് അങ്ങോട്ട് പോകാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ, പിന്നെ ഒരു ലൈക്കൊക്കെ അടിച്ചാൽ നന്നാവും. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ പറയാം. ഞാൻ ജസ്റ്റ് കയറുമ്പോൾ ഷെൽഫിൽ നോക്കിയിരുന്നു, അപ്പോൾ ഒരു സാധനം കണ്ടു, അത് തന്നെ വേറെ ഒന്നല്ല, നമ്മളെ എരുന്ത് റോസ്റ്റ് ഇല്ലേ, ഇവിടെ എരുന്ത് എന്നാ പറയാം, നമ്മളെ കക്ക, അത് നല്ല അടിപൊളി റോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് കഴിക്കാൻ പൊറോട്ടയൊക്കെ വിട്ടൊക്കെ ഉണ്ട്, പക്ഷേ നല്ല എന്താ പറയുക വെണ്ണ പോലത്തെ പൂള നമ്മളെ കപ്പയുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തോളാം പറഞ്ഞു. അപ്പോൾ അത് പ്രത്യേകം എന്താ വെച്ചാൽ ഒരു പ്ലേറ്റിന് വെറും 50 രൂപ, നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് ടേസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടോ വെച്ച് വാട്സപ്പിലൊക്കെ ഇടാനാണ് ഇടണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വീഡിയോ കാണുന്നവർ, ഷോപ്പ് അറിയുന്ന ആരെങ്കിലും കാണുന്നുണ്ട്, അവർക്കൊന്ന് അയച്ചു കൊടുത്തേക്കണേ. അവരോട് ഞാൻ നമ്പർ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോ അവരൊന്ന് കണ്ടോട്ടോ, അവർക്കൊരു സന്തോഷമായിക്കോട്ടെ. അപ്പോൾ എന്തായാലും എരുന്തും പൂളയും കഴിച്ചു തുടങ്ങിയാലോ. നല്ല എരുന്ത് റോസ്റ്റ്, ഡീപ് ഫ്രൈ ചെയ്തതല്ല കേട്ടോ, എനിക്കൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ റോസ്റ്റാക്കി എടുത്താന്ന് തോന്നുന്നു. കഴിച്ചു നോക്കട്ടെ. കപ്പയും എരുന്തും നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കേണ്ടല്ലോ, ഹോട്ടലിൽ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ അധികം ട്രൈ ചെയ്തില്ല. എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഒരു മുളക് കുടുങ്ങിയിട്ട് നല്ല സാധനം കേട്ടോ, ഓവർ എരിവൊന്നും ഇല്ലാതെ എന്നാലും ആവശ്യത്തിനുള്ള എരിവുണ്ട്. ആ കപ്പേൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ, നല്ല വെന്ത കപ്പ ആയതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് വന്നത്. നമ്മൾ കറിയൊന്നും കൂട്ടാതെ റോസ്റ്റ് ടൈപ്പുള്ള സാധനമല്ലേ കൂട്ടിയടിക്കുന്നത്. സാധനം സെറ്റാ കേട്ടോ, വഴി പോകുന്നവരും കയറി കഴിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെ, അടിപൊളി. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ മറക്കണ്ട, ഒന്ന് വീഡിയോ അവർക്ക് എത്തിച്ചു കൊടുക്കണം, ആരെങ്കിലും വീഡിയോ അറിയുന്നവർ കാണുന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു പപ്പടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ കുറേ ഒരു പുട്ടും പപ്പടവും കഴിക്കണം. അപ്പോൾ ഒരു പപ്പടം കൂടി പറഞ്ഞു, നല്ലൊരു കോമ്പിനേഷൻ അല്ലേ, ഒരു പുട്ടും കപ്പയും പുട്ടും എരുന്ത് റോസ്റ്റും. പിന്നെ കുറച്ച് മീൻകറി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, മത്തിച്ചാറാന്നാണ് പറഞ്ഞത്, അതും കൂടി കഴിച്ചു നോക്കിയിട്ട് നല്ല പറയാം. നല്ല ഇരുന്താട്ടോ, നല്ല എന്താ പറയുക, നല്ല ക്വാണ്ടിറ്റി, 50 രൂപയ്ക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറ്റ്യാടി വരെ എത്താനുള്ള അതുവരെ ചൂടൊക്കെ ആയിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാവർക്കും വെള്ളം കുടിച്ചു പിള്ളേർക്ക് അല്ലാതെ. അപ്പോൾ ഇതെന്തായാലും ഞാൻ പൊറോട്ട ഒന്നും കഴിക്കുക, ലൈറ്റ് ഫുഡാക്കാൻ വെച്ചിട്ടാണ് നല്ല കപ്പയിലേക്ക് ഇറങ്ങി. എന്തായാലും സംബന്ധിച്ചു ആ ഒരു കറിയും കൂടി ഒന്ന് നോക്കട്ടെ. മത്തിച്ചാറാന്നാ പറഞ്ഞത്, പൂളയും മത്തിച്ചാറും രസമല്ലേ. ഞാൻ ഇരുന്ന് കണ്ടാനുണ്ടല്ലേ മത്തിയ വാങ്ങുള്ളായിരുന്നു. മത്തി നല്ല മത്തി കിട്ടി, നല്ലൊരു ടേസ്റ്റ് അല്ലേ എങ്ങനെയായാലും. അപ്പം എന്തായാലും അതിങ്ങനെ പൂളം കൊണ്ട് പൊട്ടിച്ചെടുത്ത് നല്ല കറി കേട്ടോ, എല്ലാം നല്ലതാണ്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കാത്ത ഹോട്ടലുകൾ, ഇപ്പോൾ വീഡിയോ എടുക്കണം വിചാരിച്ചതൊന്നല്ല, ജസ്റ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതായിരുന്നു. അതുകൊണ്ട് നമ്മൾ കിച്ചണിലേക്കൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നല്ല തിന്നായിരുന്നു. അപ്പോഴാണ് ഈ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, കാണുന്നവരല്ല, അത് സംഭവം തീർന്നില്ല. ഞാനെന്ത് ചെയ്തു, ഒരു കഷ്ണം പുട്ടും കൂടി പറയാൻ വിചാരിച്ചു. ഒരു ചെറിയ കഷ്ണം പുട്ടും കൂടി പറഞ്ഞ് അതങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ കിട്ടും. പിള്ളേർ ചെറിയ കഷ്ണം പുട്ടെടുക്കാനാണ് പറഞ്ഞത്, അത്രേ പോവുള്ളൂ. ആ എന്ത് ബാക്കി ആയതുകൊണ്ട് തീർക്കാൻ വിചാരിച്ച. അപ്പോൾ അതും കൂടി കൂട്ടി അങ്ങോട്ട് ഫിനിഷ്. ഇവിടെ ബോർഡിൽ എന്താ എല്ലുകറി അങ്ങനത്തെയൊക്കെയോ കണ്ടിട്ടോ, ഞാൻ ചോദിച്ചില്ല, പിന്നെ ബോർഡ് ശ്രദ്ധിച്ച് അത് വിട്ടു. അപ്പോൾ അതൊക്കെ ഇവിടെ അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഒന്നുകൂടി പോയാൽ എല്ലുകറി നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടാത്ത സാധനമല്ല. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കട്ടെ, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ പറ്റും. ഇഷ്ടപ്പെടുന്നതിൻ്റെ മാത്രം മതിട്ടോ, അല്ലെങ്കിൽ വിട്ടാളേ. നമ്മളൊക്കെ ചെറിയ ചെറിയ ഹോട്ടൽ വീഡിയോസൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ പോകാനുണ്ട്. നമ്മൾ അത്തോളി റൂട്ട്, അത് കൊടശ്ശേരി പറഞ്ഞ സ്ഥലത്ത് ബാബുപോട്ടൻ്റെ തട്ട്.